പ്രജിത, ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിലെ 6 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അവരുടെ ഇന്ത്യ ഇതിനോടകം തന്നെ തകർത്തു എന്ന് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അയ്യോ ഞങ്ങൾ അടിച്ചേന്ന്. അതെ, ഇതിൽ പരം ഒരു നാണക്കേട് ഇനി വരാനില്ല. അതായത് ഇതുവരെയും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ടായില്ല, അവർ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവരുടെ സ്കർദു വ്യോമതാവളം, നൂർഖാൻ വ്യോമതാവളം, മുരിദ് വ്യോമതാവളം, സിയാൽകോട്ട്, പസ്രൂർ, ചുനിയൻ വ്യോമതാവളം, റഫീഖി വ്യോമതാവളം, അങ്ങനെ ഉള്ളതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള 6ഓളമാണ് തകർത്തിരിക്കുന്നത് ഇന്ത്യ. അത് അവർ തന്നെ സ്ഥിരീകരിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് തോൽവി സമ്മതിക്കുന്നതിന് തുല്യം തന്നെയാണ്. അവർ തിരിച്ചടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തകർന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ സൈനിക നടപടിയിലൂടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പസൂറിലെ റഡാർ സ്റ്റേഷനെയും ഒക്കെ ഇന്ത്യ ലക്ഷ്യമാക്കി ആക്രമണം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്ന കാര്യം. അപ്പോൾ ഈ തോൽവി എന്ന് പറയുന്നത് പാകിസ്ഥാന് ഒന്നുകൂടി വേണമെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്, ഒരു അവസരമാണ്. ചിന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിന്തിക്കുക എന്നുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യവുമാണ്. പക്ഷേ ഈ മിന്നൽ പ്രഹരത്തെയൊക്കെ അംഗീകരിക്കേണ്ടി വരുന്ന പാകിസ്ഥാൻ വിറക്കുമ്പോൾ സത്യത്തിൽ ആ ഭയം ചൈനയിലേക്ക് കൂടി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വരുന്നത് പാകിസ്ഥാൻ അണ്വായുധം പ്രയോഗിക്കുമോ എന്നുള്ളതാണ്. തുടക്കം മുതൽ ഇന്ത്യക്കെതിരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ അണ്വായുധം പ്രയോഗിക്കും എന്നുള്ളതാണ്. അത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആശങ്ക കൂടിയാണ്, പേടിയല്ല, ആശങ്കയാണ്. തലയ്ക്ക് ബോധമില്ലാത്തവർ എന്തും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് ഇത്രയേറെ തിരിച്ചടി കൊടുക്കുമ്പോഴും പാകിസ്ഥാൻ അടങ്ങാതിരിക്കുന്നതിന് പിന്നിൽ ഒരു ശക്തിയായിട്ട് ചൈനയുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഈ പാകിസ്ഥാന്റെ ഈ പ്രവൃത്തിയെ അനുകൂലിക്കുന്ന മറ്റൊരു രാഷ്ട്രം എന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കിക്കും വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പിന്നീടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരുടെ ഭീകര സംഘങ്ങളൊക്കെ ഈ പറയുന്ന പല സൈനിക മേഖലകളെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുൽഗാമിലൊക്കെ ഈ പറയുന്നത് പോലെ നമ്മുടെ സൈന്യം അതിശക്തമായ തെരച്ചിലും അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ എവിടെ പതുങ്ങിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനിടയിലാണ് നമുക്കിടയിൽ നിന്ന് തന്നെ രാജ്യത്തിനകത്ത് തന്നെ ഒരു ആളെ പോലും പിടിയില്ല, ഒരു ഭീകരനെ പോലും പിടികൂടിയില്ല എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്നത്. അതിലൊക്കെ എന്തർത്ഥമുണ്ട് എന്ന് കൂടി ചോദിക്കണം. പ്രതിപക്ഷമാകുമ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളുമുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളുമുണ്ട്. പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തണമെന്നില്ല. ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഈ പറയുന്നത് പോലെ വെടിനിർത്തൽ ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തി. അപ്പോൾ ആ സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഒരു അവകാശവാദവുമായിട്ടൊക്കെ എത്തിയിരുന്നു. അതായത് US മധ്യസ്ഥതയിൽ ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് തയ്യാറായത് എന്നുള്ളതാണ് അറിയിച്ചത്. അപ്പൊ ഇത് സാമാന്യ യുക്തിയുള്ളതും ബുദ്ധിപരമായ ഇരു രാജ്യങ്ങളുടെയും തീരുമാനത്തെ അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് അങ്ങനെ ഒരു മധ്യസ്ഥന്റെ, അതായത് ആ ഒരു തേർഡ് പേഴ്സൺ ഇതിനിടയിൽ ഇല്ല. അതായത് പാക് DGMOയും
അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ DGMOയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ്, അവരുമായി നടത്തിയിട്ടുള്ള സംസാരങ്ങളും വിളികളിലും ഒക്കെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ പാലിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല അതില് അപ്പൊ ഈ പറയുന്നത് അമേരിക്ക ഈ എക്സിൽ അദ്ദേഹം കുറിച്ചത് അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട്, അതായത് US ട്രംപും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തെന്ന് പറയുമ്പോൾ, ഇതിപ്പോ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇടയിൽ ഒരു സംസാരം പോയിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ഒരാളെ നിർത്തുന്ന ഒരു പതിവ് പണ്ട് ഉള്ള തലപ്പത്തുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച്, ഇപ്പോഴത്തെ ഭരണം അനുസരിച്ച്, ഭരണകർത്താക്കളെ അനുസരിച്ച് അങ്ങനെ ഒരു സ്റ്റാൻഡില്ല. ഇന്ത്യയുടേതായ ഒരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ആരെന്ത് പറഞ്ഞാലും ആ സ്റ്റാൻഡ് പറയുക, ആ സ്റ്റാൻഡിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ട്രംപിനെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, പാകിസ്ഥാൻ അണ്വായുധം പ്രയോഗിക്കുമോ എന്നുള്ള ഒരു ഭയം ഒരുപക്ഷെ ട്രംപിനെ അലട്ടുന്നുണ്ടായിരിക്കാം. ഇതിന് ഏത് രീതിയിൽ മറുപടി കൊടുക്കണം എന്നുള്ള ഒരു കാര്യം ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് കൃത്യമായിട്ടുണ്ട്. ഇന്ത്യ ഇതെല്ലാം കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, കണക്കുകൂട്ടി തന്നെയാണ്, നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് ഒരു കാര്യം കൂടെ, ഇത് ട്രംപ് പറയുമ്പോൾ ജമ്മു കാശ്മീർ കാര്യത്തിലും ജമ്മു കാശ്മീർ വിഷയത്തിലും ട്രംപ് എന്തോ ഈ ഒരു അധികം കൈകടത്തൽ നടത്തിയതായിട്ടും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കൈകടത്തലുകൾക്കൊന്നും തന്നെ ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. ഇപ്പോ ലോക പോലീസ് ആവാൻ കളിക്കുന്ന ഒരു ആളാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ ട്രംപ് വന്നെങ്കിലും ട്രംപിൻ്റെതായ ആ ഒരു ദോസ്തി ഇന്ത്യക്കും ട്രംപിനും ഇടയിലൊക്കെ ഉണ്ടെങ്കിലും, നല്ല അടുപ്പം തന്നെ അതെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായ കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡ് എടുക്കുകയാണ്. ആരെയും ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ കൈകടത്തി ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പാകിസ്ഥാൻ അണ്വായുധം പ്രയോഗിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ആശങ്കയുണ്ട് ട്രംപിന് എന്ന് വേണമെങ്കിൽ ധരിക്കാം. പിന്നെ നിരന്തരമായിട്ട് പല വ്യാജ വാർത്തകളും ഒക്കെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നതിലും അർത്ഥമൊന്നുമില്ല. പല ദൃശ്യങ്ങളുമൊക്കെ, അതായത് ആക്രമണം നടത്തുന്നതിൻ്റെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ കൊടുക്കരുതെന്ന് മറ്റു രാജ്നാഥ് സിംഗിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പം നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തെക്കൻ കാശ്മീരിലെ മേഖലകളിലായി 16 ഇടങ്ങളിലൊക്കെ, കുൽഗാമിലെ അന്വേഷണം പറഞ്ഞല്ലോ, അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണവും ഒക്കെ നടത്തുകയാണ്. അവിടെ കനത്ത സുരക്ഷയും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അടക്കം സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ പരിശോധന അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി എന്തായാലും ഇതുപോലെ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോ പിന്നെ കഴിഞ്ഞ ദിവസം കൊടും ഭീകരരായിട്ടുള്ള ഏതാണ്ട് 5ഓളം പേരെയാണ് ഇന്ത്യ 5 ഭീകരരെ തീർത്തിട്ടുണ്ട്. മുസന്ദർ ഖദിയൻ ഖാസ്, ഫാസിസ് മുഹമ്മദ് ജലീൽ, മുഹമ്മദ് യൂസഫ് അസ്ഹർ, ഖാലിദ്, മുഹമ്മദ് ഹസൻ ഖാൻ, ഇങ്ങനെ 5 കൊടും ഭീകരരെയാണ് ഇന്ത്യ തീർത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അതായത് ഇടിമിന്നൽ വീണത് കൊടും ഭീകരർക്ക് മേലെ കൂടെയാണ് അങ്ങനെ ഒരു ഭാഷ്യമാണ് പറയുന്നത്. പിന്നെ ബറാക്കിന്റെ ആക്രമണത്തെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ. ബറാക്ക് എന്ന് പറയുന്നതിന് ഹീബ്രു ഭാഷയിൽ അർത്ഥം ഇടിമിന്നൽ എന്നുള്ളതാണ്. അപ്പോ അവർ നടത്തിയ ആക്രമണത്തെ നമ്മൾ പ്രതിരോധിച്ചത് നമ്മുടെ ബറാക്ക് 8 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോ കുൽഗാമിലുള്ള ഈ പറയുന്ന തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഭീകര സംഘങ്ങൾ സൈനിക മേഖലകളെയും പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെക്കാമെന്ന റിപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. പിന്നീട് വെടിനിർത്തൽ തീരുമാനിച്ചതിന്റെ ഒരു ആശ്വാസമൊക്കെ ജമ്മുവിലെ ജനങ്ങൾക്കുണ്ടെങ്കിലും അത് ഇല്ലാതെയാക്കുകയാണ് സത്യത്തിൽ പാകിസ്ഥാൻ ചെയ്തത്. പക്ഷെ അവിടെ അവർക്ക് വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, അതായത് DGMO, ഇന്നലെ 2 തവണ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സേനാ മേധാവി US വിദേശകാര്യ സെക്രട്ടറിയോട് സംസാരിച്ചതുമൊക്കെ പാക് DGMO പരാമർശിക്കുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ അണുവായുധം പ്രയോഗിക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ US ഇത്ര വെപ്രാളം ഉണ്ടാകാനുള്ള ഒരു കാര്യം. അപ്പോൾ ആ ഒരു തരത്തിലുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് US കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് US രണ്ട് രാജ്യങ്ങളുമായിട്ടും സംസാരിച്ചത്. അതെ അതെ. അപ്പോഴാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് പ്രധാനമന്ത്രി മോദിയെ വിളിക്കുന്നത്. ഇരുവരുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ഇന്ത്യൻ സേനകൾക്ക് കിട്ടിയ ആധിപത്യം മോദി ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തതാണ്. പാകിസ്ഥാനെ വിശ്വസിക്കേണ്ട എന്ന് തന്നെയായിരുന്നു അപ്പോൾ ചേർന്ന യോഗത്തിലുണ്ടായ തീരുമാനവും. പാക് DGMO രണ്ടാമതും വിളിച്ച ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. അതല്ലാതെ ഈ പറയുന്നത് പോലെ ഒരിക്കലും US ഒരു ശ്രമഫലമായിട്ടല്ല US ഇങ്ങനെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉപപ്രധാനമന്ത്രി ഈ പ്രസിഡന്റ് അവരുടെ വൈസ് പ്രസിഡന്റ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അതെ, ഇന്ത്യയിൽ വന്നിട്ട് പോയി. അപ്പോൾ മാത്രമല്ല ഒരു ബായി ബന്ധം ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്ക് ഉള്ള ഈ അവസ്ഥ. അതെ, ഇത് ഉണ്ടെങ്കിലും അതിനിടയിൽ ഒരു ഹൈജാക്കിംഗ് നടത്താനാണ് ട്രംപ് ആ ഒരു എക്സ്പോസ്റ്റിലൂടെ ശ്രമിച്ചത് എന്നുള്ളതാണ്. കിട്ടുന്ന അവസരം മുതലെടുക്കാൻ ആരും ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പാകിസ്ഥാൻ അണ്വായുധം പ്രയോഗിക്കുമെന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക രണ്ട് രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഇടപെട്ടത്. അതിന്റെ ഒരു ഭയം പാകിസ്ഥാനുണ്ട്. ആ ഒരു വിളിയാണ് മോദിക്ക് ട്രംപിൻ്റെതായിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ തീരുമാനമെടുത്തത് അവിടുത്തെ DGMO ഇന്ത്യയുടെ DGMOയെ 2 തവണ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്.